Hi dears, welcome back to our family. ബേബി ഉറക്കം എനിക്കുള്ള അതിൻ്റെ ചെറിയ മൂശേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയാണ്. ഈ ഡ്രസ്സ് കൊള്ളാവോ? എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ അയച്ചത് സൗന്ദര്യ ബുട്ടിക്ക് അങ്ങനെ എന്തോ ആണ് കേട്ടോ ചേച്ചീൻ്റെ പേജിൻ്റെ പേര്. പക്ഷേ ഞാൻ ചേച്ചിയെടുത്ത് ഒറ്റ കാര്യമാണ്, ചേച്ചി എനിക്കൊരു ഫീഡിങ് ഡ്രസ്സ് വേണം ചേച്ചി കളർ ഏത് വേണോ ചോദിച്ചു. ഞാൻ എൻ്റെ കളറൊന്നും ഇല്ല ചേച്ചി, എൻ്റെ കളറിന് ഏതാണോ ചേരുന്നത് ജിത്തുചേട്ടൻ്റെ കൊടുക്ക്, എൻ്റെ കളറിന് ഏതാണോ ചേരുന്നത് എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. സോ ചേച്ചി എനിക്ക് അങ്ങനെ ചെയ്തു തന്നെയാണ് കേട്ടോ ഈ ഡ്രസ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ കാറ്റയ്ക്ക് പോകാൻ പോവുക അല്ല കാശി ബേബി? കാറ്റയ്ക്ക് പോവല്ലേ? ഞങ്ങൾ ഒരിടം വരെ പോകാൻ പോവാം. ഒരിടം വരെ മീൻസ് എനിക്കൊരു കസിൻ ഉണ്ട്, അമ്മയുടെ കസിൻ്റെ മോളാ. പോവാൻ പോവാം. അമ്മയുടെ കസിൻ്റെ മോളുടെ മോളാണ്. അപ്പോൾ അവൾക്ക് വീട് പണിയുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിലുള്ള കല്യാണവുമാണ്. അപ്പോൾ വീട് പണി ഈ മെയിൽ അതിൻ്റെ മെയിൽ അവളുടെ കല്യാണമാണ്, അതിന് മുന്നേ പാല് കാച്ചുണ്ട്. സോ അവൾക്ക് കുറച്ച് ഫേർണിച്ചറൊക്കെ എടുക്കണം. അപ്പോൾ നോക്കി നേരത്തെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെ വീട് പണിഞ്ഞ സമയത്ത് ഞാൻ അഞ്ചാലമുട്ടിൽ ഏകലവ്യ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ടായിരുന്നു കേട്ടോ, സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ അങ്കിളിനെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോയി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അവൾ പോണ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ വലിയ പോണ്. അത് തന്നെ നമ്മുടെ വീഡിയോ, അത്രയേ ഉള്ളൂ. അവൾ സാധനമൊക്കെ എടുക്കാൻ പോവുക. അവൾ ഇന്ന് എടുക്കുന്നില്ല, ജസ്റ്റ് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ വെറുതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്, എങ്ങോട്ടും പോകണില്ല. നാളെ ഇനിയും പോകണം കേട്ടോ, എൻ്റെയും കാശിൻ്റെയും വാക്സിനേഷൻ ഡേ ആണ് നാളെ. എനിക്കറിയില്ല എന്താവുമെന്ന്. കാശിൻ്റെ 1.5-യുടെയും എൻ്റെ പ്രഗ്നൻസിയുടെ എനിക്കിതുവരെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെയാണ് വാക്സിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാളെ അതിൻ്റെ ഹെൽത്തിൽ പോകണം. നാളെ ഞാൻ അതുകൊണ്ടിട്ട് ബിസി ആയിരിക്കും. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോകാം. ഞാൻ വെച്ചാൽ ആദ്യം കാശിനെ വീട്ടിൽ നിർത്തിയിട്ട് പോകാമെന്ന് വെച്ചാൽ, വീടിൻ്റെ അടുത്തൊരു കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പം ചേച്ചിയും പിള്ളേരും ഒക്കെ അങ്ങോട്ടേക്ക് പോകും. കാശിനെ അപ്പം നിർത്തിയിട്ട് പോയാൽ ആരും നോക്കും? അമ്മാമ്മയോട് ചോദിച്ച് നോക്കട്ടെ, അമ്മമ്മ നോക്കുമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാശിനെ നിർത്തിയിട്ട് പെട്ടെന്ന് പോയിട്ട് വരും. ഇല്ല നിൻ്റെ കാശിനെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ കളയിൽ ഈ ഡ്രസ്സ് കൊള്ളാമല്ലോ, എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം എനിക്കിൻ്റെ നെക്കിൻ്റെ പോർഷനൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ കണ്ടു നോക്കാം, നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പം ഇത് ജാക്സൺ നമ്മുടെ വീടിനടുത്ത കുട്ടിയാണ് കേട്ടോ. കുട്ടിയൊന്നും അല്ല, ഒരു കുട്ടിയുടെ അച്ഛനാണ്. ഇപ്പോൾ അവനൊരു മോള് പിറന്ന് 45 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ മോളായിട്ട്. എൻ്റെ അടുത്ത് പറയാം ചേച്ചി വീഡിയോ എടുക്കല്ലേ, എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിലിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ. ഞങ്ങൾ ആദ്യമേ പോയിട്ടുണ്ടായിരുന്നത് എന്തോ അവർക്ക് വീട്ടിലേക്ക് വേണ്ടിയുള്ള എന്തോ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, അതിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ശക്തി എന്ന് പറഞ്ഞിട്ട് അഞ്ചാലമുട്ടിലുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ നോക്കി, ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ളതൊക്കെ നോക്കി. അവളുടെ കയ്യിൽ കുറച്ച് മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ളതാണ് വേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു മോഡൽ കിട്ടി. എനിക്ക് തോന്നുന്നു അതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 59,000 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾ ഉദ്ദേശിച്ച സാധനമല്ല കിട്ടിയത്. വാഷിംഗ് മെഷീൻ അവൾ ഉദ്ദേശിച്ച ഫോട്ടോ കാണിച്ച ഐറ്റം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫ്രിഡ്ജിനകത്ത് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കൊല്ലത്ത് മയൂരിയിലോ മൈജിയിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഇറങ്ങിയ ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നു കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് പള്ളിമുക്ക്. സത്യത്തിൽ ഞാൻ കാശി ബേബീനെ വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിരുന്നോളും എന്ന് വിചാരിച്ചിട്ടാണ് നിർത്തിയിട്ട്, പെട്ടെന്ന് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഏതോ ഒരു ബിസ്ക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ മയൂരിയിലെത്തി. മയൂരിയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഫർണിച്ചറിൻ്റെ ആയാലും ഇലക്ട്രോണിക്സിൻ്റെ ആയാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ സോഫ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോഫ സെറ്റൊക്കെ അവരുടെ അടുത്ത് അവൈലബിൾ ആണ്. എനിക്ക് പ്രൊമോഷനല്ല കേട്ടോ, അവിടെ 50,000 തൊട്ടിട്ട് 5 lakhs വരെ എന്താണ് പ്രീമിയം ക്വാളിറ്റിക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതല്ല നോക്കിയത്, ഒരു മീഡിയം റേഞ്ച് ആ ഒരു റേറ്റിനകത്തുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയെടുത്തത്. ഈ ഗ്രീൻ കളറിലെ സെറ്റ് ഉണ്ടല്ലോ, അതായിരുന്നു ഫൈനൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വേറൊരു കളർ ഷെയ്ഡ് മോഡൽ അതായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതും എനിക്ക് തോന്നുന്നു 37 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ സോഫ സെറ്റൊക്കെ നോക്കിയപ്പം വേറുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് സെറ്റ് എടുത്തിട്ടില്ല. പിന്നെ എന്തായാലും നമ്മൾ കയറി ഒരു 3-4-5 കടകൾ കയറി ഇറങ്ങി മേടിക്കാമെന്നായിരുന്നു
പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കി വെക്കാം, ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ. അവരുടെ കല്യാണം മെയ്യിലാണ്. അപ്പോൾ വീടിന് പാല് കാച്ചായിട്ടില്ല, കല്യാണം കഴിഞ്ഞ് നേരെ കയറുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടുള്ള ഐറ്റംസൊക്കെ നോക്കാനാണ് ഇറങ്ങിയത്. ഇതുകൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് കുറേ മിറർ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ ബെഡ് നോക്കാനായിട്ട് പോയി. അത്യാവശ്യം റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്, എങ്കിലും നല്ല ക്വാളിറ്റിയിൽ നല്ല ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോരുന്നത് അപ്ലയൻസസ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ലൈക്ക് ഞങ്ങൾ ഫ്രിഡ്ജ് നോക്കണമെന്ന് വിചാരിച്ചല്ല, AC നോക്കാമെന്ന് വിചാരിച്ചാൽ. ആദ്യം കയറി ഷോപ്പിൽ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് നോക്കി വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടിട്ട്. പക്ഷേ ഇവിടെ വന്നൊരു ഫ്രിഡ്ജ് കണ്ടപ്പോഴത്തേക്കും നല്ല ഇഷ്ടമായി അവൾ കാണിച്ച് പിക്കിൻ്റെ അകത്തുള്ളത് തന്നെയായിരുന്നു. 1 lakh എന്തോ ആയിരുന്നു അതിനായിട്ടുണ്ടായിരുന്നു. അതും ബുക്ക് ചെയ്തിട്ട് പോയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഡൊമിനോസിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ടൈം എന്താണ് ഡൊമിനോസിൽ പോകണത്. ഞാൻ അങ്ങനെ ഡൊമിനോസിൽ കയറിയിട്ടില്ല കേട്ടോ. പിസയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതവിടുത്തെ ഒരു ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മുകളിൽ ഒരു ഫ്രെയിം ആക്കി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെയോ ബാർബിക്യൂ പിസ്സ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പിസ്സ അധികം കഴിക്കുന്ന ആളല്ല, അതുകൊണ്ടിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് എനിക്കറിയത്തില്ല. എന്നിട്ട് ഇവിടെ ഒരാൾ ചെക്കനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ മീൻസ് അവളുടെ കല്യാണമാണ്. അപ്പം കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. മെയ്യിലാണ്, മെയ് 15-ാം തീയതിയാണ് കല്യാണം. പക്ഷേ ആ ഒരു ടൈമിലാണ് എൻ്റെ ഡെലിവറിയുടെ ഡേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ടിട്ട് എൻ്റെ കാര്യം കഷ്ടമാവുമല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞാനുള്ളത്. പിന്നെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നൈറ്റ് ആയിട്ടുണ്ട്, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണി ആവാറായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ വന്നപ്പോഴത്തേനും. ഫുഡ് ഓർഡർ ചെയ്ത് വരാൻ. ഹലോ, അപ്പോൾ ഞാൻ വന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ടയേർഡാണ് കേട്ടോ. ഇവിടുന്ന് 5 മണിയായപ്പോൾ പോയതാണ്. 9-10 മണിയായി തിരിച്ചെത്തിയപ്പം. പർച്ചേസ് ചെയ്തിട്ടില്ല, സാധനമൊക്കെ പോയി നോക്കി വെച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് പോരുന്നു. അവൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കിട്ടി, പക്ഷേ ഭയങ്കര റേറ്റ്. ഞാൻ പറഞ്ഞ 2-3 ഷോപ്പുകളിലൂടെ കയറി ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതാ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പക്ഷെ 2 എണ്ണം അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ 2 എണ്ണം എടുത്തു. ഒരു ഫ്രിഡ്ജും പിന്നെ ഒരു സെറ്റിയും. അത് സെറ്റി മീൻസ് നമ്മുടെ സോഫ സെറ്റി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഞങ്ങൾ ബെഡൊക്കെ നോക്കി. പക്ഷേ ബെഡിനൊക്കെ പൊതുവെയുള്ള റേറ്റിനേക്കാളും കുറച്ചും കൂടെ ഹൈ റേറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ വേറെ 2-3 ഷോപ്പുകളിലൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി പോരുന്നത്. കാര്യം അപ്പം തന്നെ സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കുഴപ്പമില്ലായിരുന്നു. അവൾ രാവിലെ തൊട്ട് എന്നെ കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ ഭയങ്കര വെയിലായിട്ട് ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് 3 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെ. ഇനിയിപ്പോൾ അത് ഏതാണ്ടേ. പക്ഷേ കാശിന് കൊണ്ടുപോകാഞ്ഞത് നന്നായി. ഒന്നാമത്തെ കാര്യം, എനിക്ക് എടുത്തിട്ട് അത്രയും നേരം നിൽക്കാനും പറ്റില്ല, അത്രയും ദൂരം നടക്കാനും പറ്റില്ലായിരുന്നു. പിന്നെ പിള്ളേരുണ്ടായിരുന്നു, അവന്മാരെ എടുക്കും, പ്രശ്നമില്ല. എന്നാലും ഇവ പോവുമെന്ന് അറിയത്തില്ല, എത്ര നേരം കയ്യിലിരിക്കുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ വികൃതിയാണ്, ഓട്ടം കാര്യങ്ങളൊക്കെ ആയിരിക്കും. വീട്ടിൽ വന്നപ്പോഴത്തേന് അത്യാവശ്യം വഴക്ക് കിട്ട്. ഗർഭിണി കൊച്ചാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടിട്ട്. ഗോഗു ഉണ്ടായിരുന്നേ കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാശിനെ ഇവിടെ നിർത്തിയിട്ടല്ലേ പോയത്, അതുകൊണ്ടിട്ടാണ്. കാശി വേറെ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ശരണ്യേച്ചിയോ, അതായത് എൻ്റെ ചേട്ടൻ്റെ വൈഫോ ചേട്ടൻ്റെ മോനോ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കും. ദേവി ഉണ്ടായിരുന്നു, അപ്പം ദേവിയുടെയും കൂടെ നിന്നോളുമായിരുന്നു, പ്രശ്നമില്ല. ഞാൻ വന്നപ്പോൾ പ്രശ്നം അലമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് നിൽക്കാമായിരുന്നു. ഇപ്പം ഞാൻ കൊണ്ടുവന്ന് കിടത്തി, ഉറക്കമായി. ഇനിയിപ്പോൾ ഞാൻ നല്ല ടയേർഡാണ്. ഇനി ഉച്ചയ്ക്ക് സാധാരണ കിടന്ന് ഉറങ്ങുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കിടന്ന് ഉറങ്ങിയില്ല. അതുകൊണ്ടിട്ടൊക്കെയാണ് അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ ഇന്ന് ഈ യാത്ര ചെയ്തതിൻ്റെയും കൂടിയിട്ടായിരിക്കും. അമ്മമ്മ എടുത്ത് പറഞ്ഞ അമ്മമാരെ വെള്ളിയാഴ്ചയാണ് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇനി അതിന് കേൾക്കണം. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ, അതിന് കേൾക്കണം. അതുകൊണ്ടിട്ട് ഞാൻ പറയാൻ പോയില്ല. കണ്ട ഇപ്പം അനങ്ങുന്നില്ല, ഇതുവരെ അനങ്ങിക്കൊണ്ടിരുന്നതാ. ഇവിടെ ഉണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അനങ്ങിക്കൊണ്ടിരുന്നതാ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കിട്ടത്തില്ല.
ഗോകുനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്ന കാണാം. അതാണ് ഈ ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ മൂവ്മെൻറ്റ്സ് കിട്ടുന്നതെന്ന്. എനിക്ക് റൈറ്റും കിട്ടുന്നുണ്ട് ലെഫ്റ്റും കിട്ടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഇരിക്കുമ്പോൾ റൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് ആയിരിക്കും. ഇപ്പം അനങ്ങുന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനങ്ങുന്നുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് വരുമ്പോഴത്തേനും അനങ്ങുന്നില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. തല ഈ ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അറിയാൻ പറ്റും, ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നത് അറിയാൻ പറ്റും. കാശിയുടെ സമയത്ത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ തലയിൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ട ഇവിടെ കണ്ട ഭാഗ്യമില്ല, നിങ്ങൾക്ക് ഭാഗ്യമില്ല. പിന്നെ ഒരിക്കൽ ആവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പം അനങ്ങുന്നില്ല. അപ്പം ശരി, ടാറ്റ.